ഡെയിലി ചെയ്യുന്ന കുക്കിങ്ങിനും ക്ലീനിങ്ങിനും അപ്പുറം എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുക. അങ്ങനെ ഇന്ന് വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മളുടെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികളെ നമുക്ക് ട്യൂഷൻ സെൻറ്ററിലുള്ളൂ എന്നുണ്ടെങ്കിലും അവരുമായിട്ടൊരു ഗ്യാതറിങ്, അവരും അവരുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ടീം മെമ്പേഴ്സും ഒക്കെ ഒന്ന് ഗ്യാദർ ചെയ്യുന്ന ഒരു ദിവസമാണെന്ന്. കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലാണ് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഞാൻ എണീച്ച് നോക്കുമ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് മൂടൊക്കെ ഒന്ന് ഓണായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ നല്ല കൂരിട്ട് ആരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ MLA മുഹമ്മദ് ഉണ്ണിയാജി മരിച്ച ദിവസമായതുകൊണ്ട് മദ്രസ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ചെന്ന് ചായ പരിപാടി നോക്കുകയാണ്. ഇത് നമ്മുടെ ബോച്ചയുടെ ചായപ്പൊടി ആയതുകൊണ്ട് ഇത്തിരി ഇട്ടാൽ മതി, നല്ല കളർ വരും. അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉമ്മച്ചിയും കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. സാധാരണ എന്നും സിസ്റ്ററാണ് മുറ്റത്തേക്ക് ഇറങ്ങല്. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ കോഴിക്കോട് പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് പെട്ടെന്ന് പോവാണ്. ബാക്കിയുള്ളത് അവൾ ചെയ്തോളും. എൻ്റെ ബ്രദറാണ് എൻ്റെ ക്യാമറമാൻ. അവന് ഇങ്ങനെ വീഡിയോ എടുത്ത് തരാനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാനും അവന് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ റിപ്പീറ്റ് അടിച്ച് ഇരുന്ന് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുറ്റോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് കിടന്നു. അപ്പോൾ ദോശയും മമ്പയർ പുഴുങ്ങിയതും പിന്നെ ഒരു മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടൊരു ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു ഒരു കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴത്തേനും മല്ലും നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഓനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഓനെ കൊണ്ടിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ദിവസവും അംഗൻവാടി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടുന്നത് ആകെ ഒരു സൺഡേ ആണ്. അപ്പോൾ ഈ സൺഡേ അവൻ ഇട്ടിട്ട് പോകണ്ടെന്ന് തോന്നി എനിക്ക്. അപ്പോൾ അവനെയും കൊണ്ടിട്ടാണ് പോണത് ഞാൻ. അപ്പോൾ നമ്മളുടെ ടീം മെമ്പേഴ്സ് മഞ്ചേരിയിൽ നിന്ന് പോരുമ്പോൾ എന്നെ ഇവിടെ നിന്ന് വെള്ളാമ്പലത്ത് നിന്ന് പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കൂടെയാണ് ഞാൻ പോണത്. അപ്പോൾ ഒരിക്കൽ ഞാൻ വിളിച്ചപ്പോൾ ഒരു ജ്യൂസൊക്കെ അടിക്കുന്ന പ്രിപ്പറേഷനേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പിന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു. ഏത് ഡ്രസ്സ് ഇടുമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളുടെ അടുത്തുണ്ടാവുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അറിയാതെ എന്നല്ല, എന്നാലും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ആവി ഇട്ടു. ഞാൻ എൻ്റെ ആ ഒരു വായ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, മിസ്സിന് ഉറക്കം വരുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഉണ്ടാവുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അവർ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഉപ്പയാണ് എന്നെ അങ്ങാടിക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഉപ്പാക്ക് ലീവ് ആയിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഡിസ്കഷൻസൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ പ്ലാനറ്റോറിയത്തിൽ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസൊക്കെ ഭയങ്കര ഈഗർലി ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്ന പാടെ എല്ലാവരും, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ഷോക്കായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി. നമ്മൾ ടീം മെമ്പേഴ്സിൻ്റെ നമ്മളുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പാരൻസിനും കുട്ടികൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ മുന്തിരി ജ്യൂസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് വന്ന് അവരെ പരസ്പരം പരിചയപ്പെടുത്തി. പിന്നെ അതിനുശേഷം നമ്മളുടെ പാരൻസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് തോന്നിയിട്ടുള്ളൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടീവാണ് കേട്ടോ. അവർ ഭയങ്കര നല്ല റിവ്യൂ ആണ് നമ്മളുടെ ടീം മെമ്പേഴ്സിനെ പറ്റിയിട്ടും നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല പിന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരായിട്ട് സെറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരുമായിട്ടും സെറ്റായിട്ട് ഓരോ കൂടെയൊക്കെ നടന്ന് അവിടെയൊക്കെ കാണാനായിരുന്നു പരിപാടി. ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു. ബിരിയാണി നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ അത് ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മളൊരു 3D ഷോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചിട്ട് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ടീം ഒരു എംബ്ലം, നമ്മളെ ടീമിൻ്റെ ഒരു നെയിമൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊരു വാട്ടർ ബോട്ടിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനും അവരുടെ ഒപ്പം കുറച്ച് സമയം ഇരിക്കാനൊക്കെ പറ്റുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്, ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ വെള്ളാമ്പലത്ത് ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇതൊരു കംപ്ലീറ്റ് വ്ളോഗല്ല, കാരണം ഒരു പരിപാടി നടത്തി കൊണ്ടുപോകുന്നതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ എൻഡിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
നിങ്ങളെല്ലാവരും അത് കാണുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.